ശരി, മുബഷീർ പി അക്ബറിലേക്ക്. മുബഷീർ, ഇപ്പോൾ ലീഗാണ് നായർ സമുദായത്തെയും അല്ലെങ്കിൽ NSSനെയും SNDP യോഗത്തെയും പിണക്കിയത്, അതിനിടയിൽ ഇടയ്ക്ക് വന്നത് ലീഗാണ് എന്നുള്ള പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയത്. പക്ഷേ അത് ആ രൂപത്തിൽ എടുക്കുന്നില്ല സുകുമാരൻ നായർ എന്നതും കണ്ടതാണ്. കാരണം ലീഗിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് 5-ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ മുൻപത്തെ പോലെ പ്രതികരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് താൻ അധികം പറയുന്നില്ല. അവർ 20 പേരുണ്ടായിരുന്നല്ലോ എന്ന പ്രതികരണം മാത്രം നടത്തുകയാണ് ചെയ്തത്. മുബഷീർ, ഇപ്പോൾ ലീഗ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നതും സംയമനത്തോടെയല്ലേ? തീർച്ചയായും ഇതിന് മറുപടി പറഞ്ഞൊരു വിഷയം ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഒരു പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ സമാനമായ രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലുണ്ടായിരുന്നു. പല യോഗങ്ങളിൽ വെച്ച് പരസ്യമായിട്ട് അദ്ദേഹം മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചിട്ടുണ്ട്, മുസ്ലിം സമുദായത്തെ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ളൊരു മറുപടി ജനങ്ങൾ തന്നെയായിരുന്നു നൽകിയിരുന്നത്. വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPMന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരിച്ചടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. വെള്ളാപ്പള്ളി പല ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നതിന് മറുപടി പറഞ്ഞ് ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ ഒരു സാഹചര്യത്തിലും ലീഗ് പറഞ്ഞു വെക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് ഒന്നും തന്നെ നിലവിൽ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സലാമിനെ ഏൽപ്പിച്ച് സലാം അതിൽ വ്യക്തി കേന്ദ്രീകൃതമല്ലാതെ തന്നെ ലീഗിന്റെ ഒരു നിലപാട് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാമുദായിക ഐക്യം തകർത്ത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം അതൊരു ജൽപ്പനമാണ് എന്നുള്ളതാണ് PMA സലാം സൂചിപ്പിക്കുന്നത്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. മറുപടി പറഞ്ഞതിനെ ചർച്ചയാക്കിക്കൊണ്ട് അവർക്കൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സലാം പറയുന്നത്. അർഹിക്കുന്ന അവഗണനയോടെ ആ ഒരു പരാമർശം തള്ളിക്കളയുകയാണ്. ഇത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് എടുത്ത ഒരു നിലപാടാണ്. പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കറിയാം എന്താണ്, ജനങ്ങൾ ഇതൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളിയെ കൊണ്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ CPMന്റെ നേതാക്കൾ, വിശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ സംസാരിക്കുന്നത്. അത് കേരളത്തിൽ ആ നിലയിൽ തുടരുമ്പോൾ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കുന്നുവെന്ന ചോദ്യം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിയാൻ പോലും CPM തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാമെന്നാണ് ശ്രമമെങ്കിൽ ആ വലയിൽ വീഴാനില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. സാമുദായിക സംഘടനകളുടെ യോജിപ്പിലും പിളർപ്പിലും മുസ്ലിം ലീഗിന് ഇടപെടാനില്ല. വിശേഷം ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും സാമുദായിക ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് അതിൽ നിലപാട് പറയാനുള്ള പ്രതികരണം നടത്താറില്ല. അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. അവർ തന്നെ അതിൽ നിലപാട് സ്വീകരിക്കട്ടെ എന്നുള്ളത് PMA സലാം പറഞ്ഞു വെക്കുന്നത്. അതേസമയം വെള്ളാപ്പള്ളി ലീഗിനെ കടന്നാക്രമിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിനെ ചർച്ചയാക്കിക്കൊണ്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റാൻ മുസ്ലിം ലീഗ് നിന്നുകൊടുക്കുന്നില്ല. അതൊരു ട്രാപ്പാണ്, അതിൽ മുസ്ലിം ലീഗ് വീട് പോകില്ല എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറയുന്നത് CPMന്റെ പിന്തുണയിലാണ്. പൊന്നാട അണിയിച്ചുകൊണ്ട് കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള വിദേശ പരാമർശങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിക്കാണ് മുസ്ലിം ലീഗ് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുത്ത് ആ രീതിയിലുള്ള ഒരു പ്രശ്നമാക്കിയത് മാറ്റാൻ മുസ്ലിം ലീഗ് വിചാരിക്കുന്നില്ല. CPM ആണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPMന് മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ശരി, VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രതികരണങ്ങളോട് ലീഗിന്റെ പ്രതികരണവും കണ്ടു. ഇപ്പോൾ ലീഗ് വർഗീയമായ സമീപനം എടുക്കുന്നു എന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെയല്ല, കോൺഗ്രസിലെ ചില നേതാക്കളെയാണ് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ശബ്ദമാവുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇതാണ് പറയുന്നത്. VD സതീശൻ പറയുന്ന കാര്യം, ലീഗിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ലീഗ് പറയിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവിലൂടെയാണ് എന്നുള്ളതാണ്. ഇത് മലബാർ രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക? ഒരു വട്ടം മലപ്പുറത്ത് വന്ന് ശ്വാസമുട്ടൽ അനുഭവിച്ച വെള്ളാപ്പള്ളി പിന്നീട് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇന്നും പറയുന്നത് താൻ മുസ്ലിം വിഭാഗത്തിനെതിരല്ല, ലീഗിനെതിരായുള്ള നിലപാടാണ് എന്നാണ്. ഐക്യത്തിന് അനുകൂലമായ പ്രതികരണം നടത്തുമ്പോഴും ലീഗിനെതിരായ പ്രതികരണത്തോട് ഇപ്പോൾ ആ രൂപത്തിൽ പ്രതികരിക്കുന്നില്ല സുകുമാരൻ നായർ എന്നതും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. രഞ്ജിത്ത്,
സ്മൃതി, ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ചിരുന്ന് ഒരു ഹിന്ദു ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ 1949 ആർ ശങ്കറും മന്നത്തു പത്മനാഭനും ഒക്കെ ഒരുമിച്ചിരുന്ന് ഹിന്ദു മഹാമണ്ഡൽ എന്ന് സംസാരിച്ചതിനെ കുറിച്ച് ഒക്കെ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടോ ഒരു വാർത്താ സമ്മേളനമായിട്ടോ ഈ ഘട്ടത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ പറയപ്പെടുന്ന ഒരു ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഇപ്പോൾ NSSുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു സാമുദായിക ഐക്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുമ്പോൾ നമുക്ക് മലയാള സിനിമയിൽ കീലേരി അച്ചു എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരോടും ചേർന്ന് ആരാണ് ഏറ്റുമുട്ടാനുള്ളത് എന്ന മട്ടിലുള്ള ഒരു സംസാരമായിട്ട് മാത്രമേ, അത്രത്തോളം രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം NSSും SNDPയും യോജിച്ച് നിൽക്കേണ്ട ഒരു സാമുദായിക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം AP സമസ്തയുടെ സംസ്ഥാന ആ യാത്രയോടനുബന്ധിച്ച് അവിടെ VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു മുസ്ലിം സാമുദായിക ഐക്യം മലബാറിൽ രൂപപ്പെട്ടുവെന്നും അതിനെതിരെ ഒരു ഹിന്ദു സാമുദായിക ഐക്യം രൂപപ്പെടേണ്ടതുണ്ട്, അങ്ങനെ നിങ്ങൾ മുസ്ലിം സമുദായമൊക്കെ ഒന്നിച്ച് എതിർത്താൽ ഞങ്ങൾക്കിതാ ഭൂരിപക്ഷ സമുദായങ്ങൾ ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞൊരു സമ്മർദ്ദ ശക്തിയായി മാറുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ നോക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതിനോട് മുസ്ലിം ലീഗ് പ്രതികരിക്കാത്തത് അതേ രീതിയിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ച അതേ രീതിയിൽ മുസ്ലിം ലീഗ് പ്രതികരിക്കാൻ തയ്യാറാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തെക്കൻ കേരളത്തിൽ UDFന്റെ വിജയത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് NSSനെ കൂടെ നിർത്താൻ തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ശ്രമിക്കുക. ഒരു തരത്തിലും NSS വിരുദ്ധമായ ഒരു പ്രസ്താവന മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ തീർത്തും അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ശ്രമിക്കുക.